14 മാസമായി തുടരുന്ന ഇസ്രായേൽ ഗാസ സംഘർഷത്തിന് ഒടുവിൽ അന്ത്യമുണ്ടാവുന്നു എന്നാണ് തോന്നുന്നത്. ഏതാണ്ട് ഇസ്രായേൽ ഗാസ ആക്രമണം ശക്തമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിയായ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ശക്തമായ താക്കീതാണ് ഹമാസ് സംഘടനയ്ക്ക് നൽകിയത്. ഹമാസ് ബന്ദികളാക്കിയവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണമെന്നും താൻ ജനുവരി 2025 പ്രസിഡന്റായി അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ യുദ്ധം അവസാനിപ്പിച്ചിരിക്കണമെന്നും അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള മനുഷ്യരാശി ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ശക്തമായ പ്രതിരോധം അതുപോലെ തന്നെ ആക്രമണവും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും അദ്ദേഹം മുന്നറിയിപ്പിലൂടെ നൽകുകയുണ്ടായി. ഇപ്പോൾ ഇതിന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് നവംബർ മാസം അവസാനമായതോടുകൂടി ഇരു രാജ്യങ്ങളും ഇരു പ്രസ്ഥാനങ്ങളും തമ്മിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ഏതാണ്ട് ചില കരാറുകൾ എത്തിച്ചേർന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് പല വെടിനിർത്തൽ കരാറുകൾ പലതവണയും ഇവർ തമ്മിൽ വെടിനിർത്തൽ കരാറുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണ അത് ഫലം കാണുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഹമാസ് നടത്തിയത് ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണ്. ബന്ദികളാക്കിയവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വിമോചിപ്പിക്കണം എന്നുള്ള സൂചനയാണ്. അദ്ദേഹം പറഞ്ഞത് എല്ലാ തരത്തിലുള്ള ഹമാസ് ബന്ദികളാക്കിയവരെ കുറിച്ചുള്ള ചർച്ചകളൊന്നും തന്നെ ലോക രാഷ്ട്രീയത്തിൽ നടക്കുന്നില്ല, മറിച്ച് ഇസ്രായേൽ നടന്ന ആക്രമണ വാർത്തകൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. അതുകൊണ്ട് അത് ശരിയല്ല എന്നും എത്രയും പെട്ടെന്ന് ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്നുമുള്ള വാർത്തകളാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം ഏതാണ്ട് 14 മാസത്തിന് മുമ്പ് ഇസ്രായേൽ പാലസ്തീൻ അധിനിവേശത്തിനെതിരെ ഹമാസ് എന്ന് പറയുന്ന സംഘടന നടത്തിയ ആക്രമണത്തെയും ഭീകരാക്രമണത്തിന്റെ ഒക്കെ ഫലമായിട്ടാണ് ധാരാളം പേരെ ബന്ദികളാക്കി. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇസ്രായേൽ പാലസ്തീനെതിരെ ആക്രമണം നടത്തുകയും ഹമാസിനെതിരെ ശക്തമായ ആക്രമണം നടത്തുകയൊക്കെ ചെയ്തത്. ധാരാളം കുട്ടികൾ ഉൾപ്പെടെ ധാരാളം സാധാരണക്കാരാണ് ഈ യുദ്ധത്തിൽ മരിച്ചു വീഴുന്നത്. യുദ്ധം എവിടെ തന്നെ ആയാലും നമുക്കറിയാം ഇതൊക്കെ തുടങ്ങുന്നത് നിയമങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണെങ്കിലും അവസാനിക്കുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് എല്ലാ മനുഷ്യാവകാശങ്ങളുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ഈ 21ാം നൂറ്റാണ്ടിൽ യുദ്ധങ്ങൾ ഓരോന്നും മുന്നേറുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അത് ഇസ്രായേൽ ആയാലും പാലസ്തീൻ ആയാലും ഹമാസ് ആയാലും ഉദ്ദേശശുക്തികൾക്കൊക്കെ അപ്പുറമായി പലപ്പോഴും ഈ രാജ്യങ്ങളുടെ തമ്മിലുള്ള ആക്രമണം ജനങ്ങളുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്നത് എന്നുള്ളതാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ നടത്തിയ പഠനത്തിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് വളരെ നിശിതമായി ഇസ്രായേലിനെ വിമർശിച്ചിരിക്കുകയാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞത് അവിടുത്തെ യാതൊരു മനുഷ്യാവകാശ പരിഗണനയും കൂടാതെ ഇസ്രായേൽ അതിനീചമായ ആക്രമണം നടത്തുന്നതായിട്ടും അതിന് അമേരിക്കയും അതിൻ്റെ സഖ്യകക്ഷികളും ശക്തമായ പിന്തുണ നൽകുന്നതുമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. എന്നാൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് തങ്ങളല്ല ആദ്യ ആക്രമണം നടത്തിയതെന്നും ഹമാസാണ് ഇങ്ങോട്ട് അടിച്ചതെന്നും അതിനെ സ്വയം പ്രതിരോധം തീർക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നുമാണ് ഇസ്രായേൽ ഗവൺമെന്റ് ഒക്കെ പറഞ്ഞത്. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ അമേരിക്കയുടെ അതായത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയായിട്ടുള്ള വിറ്റ്കോഫ് എന്നാണ് അദ്ദേഹവും അതുപോലെ തന്നെ ഈജിപ്തിന്റെ പ്രതിനിധിയും ഖത്തർ പ്രതിനിധിയും ഒക്കെ ചേർന്നുകൊണ്ട് ചർച്ച നടത്തുകയാണ്. ഈ ചർച്ചയിൽ ഏതാണ്ട് രൂപരേഖകൾ തയ്യാറായി വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ 60 ദിവസത്തിനകം ഹിസ്ബുള്ള ബ്ലൂ ലൈനിൽ നിന്നും അതുപോലെ ബ്ലൂ ലൈനിനും ലിറ്റാനി നദിയുടെ സമീപത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് ബദലായിട്ട് 60 ദിവസം മറിച്ച് അവിടെ ലെബനീസ് സൈന്യത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ടാകാം. അതുപോലെ തന്നെ 60 ദിവസം കൊണ്ട് സാവധാനം ഇസ്രായേൽ ലെബനിൽ നിന്ന് പിന്മാറണം. ഇങ്ങനെയൊക്കെ ധാരാളം തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങളെ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ ഹമാസിനെതിരെ ഇസ്രായേൽ സേന ആക്രമണം ശക്തമാക്കുകയാണ് ചെയ്തത്. കാരണം ഈ വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് ഭീകരവാദികളെ ഇല്ലാതാക്കാനുള്ള ഒരു ലക്ഷ്യം ഇസ്രായേൽ നടത്തുന്നു. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകൾ അവിടെയുള്ള ബെയ്റൂത്ത് പ്രദേശത്ത് അവിടെയുള്ള സാധാരണ ജനവാസ കേന്ദ്രത്തിനെതിരെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതായിട്ടും ഈ വടക്കൻ ഗാസയിൽ അവസാനിക്കുന്ന ഏക ഹോസ്പിറ്റൽ
അതിനെതിരെ ശക്തമായുള്ള ആക്രമണം നടത്തുകയും അവിടെ ഒരു 16 വയസ്സുകാരൻ കൊല്ലപ്പെട്ടതുമായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അതിശക്തമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ടുള്ള വാർത്തകളാണ്. അപ്പോൾ ഏത് വിധേനയും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ചർച്ചകൾ ഫലം കണ്ടുവരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ നവംബർ അവസാനത്തോടുകൂടി നടത്തിയ കരാർ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ പ്രതിനിധികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇസ്രായേൽ ഹമാസ് കരാർ ഉണ്ടാക്കിയതിന് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുമ്പോൾ തന്നെ അത് കരാർ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ കരാർ ലംഘിച്ചുകൊണ്ടുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഗാസയിലേക്ക് മടങ്ങി പോകുന്നവരെയും തിരിച്ചു വരുന്നവരെയുമായിട്ടുള്ള യാത്രകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും അവിടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇസ്രായേൽ ആക്രമണം നടത്തി, തിരിച്ച് ഹമാസ് ആക്രമണം നടത്തി. അതൊക്കെ ഈ മടങ്ങിപ്പോകുന്നവരിൽ ഭീകരവാദികൾ ഉണ്ടെന്നുള്ള സംശയത്തെ തുടർന്നാണ് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നു. എന്തായാലും ഒരു ദിവസം വെടിനിർത്തൽ കരാറുകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം അതിനെ പിന്നോട്ടടിക്കുന്ന നീക്കങ്ങളാണ് അമേരിക്കയുടെയും ഗാസയുടെയും ഹമാസിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ അല്ല, ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ ഒരു മാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ് ട്രംപ് ഉദ്ദേശിച്ചത്. ട്രംപ് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ 2 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കുക, ഹമാസ് എത്രയും പെട്ടെന്ന് ഭീകരവാദികളായിട്ടുള്ള ഈ ഹമാസ് ഭീകരവാദികൾ അവർ ബന്ദികളാക്കിയിട്ടുള്ള സാധാരണക്കാരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുക എന്നുള്ളൊരു ശക്തമായ നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് നൽകി കഴിഞ്ഞു. മാത്രമല്ല ഈ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇവാഞ്ചലിക്കൽ വിഭാഗത്തിൻ്റെയൊക്കെ വോട്ട് നേടിക്കൊണ്ടാണ് അദ്ദേഹം ഈ അധികാരത്തിലോട്ട് വന്നത്. നമുക്കറിയാമല്ലോ 7 സ്വിംഗ് സ്റ്റേറ്റുകളിലും പൂർണ്ണമായി മേധാവിത്വം പുലർത്തിക്കൊണ്ടാണ് ഇത്തവണ ട്രംപ് പ്രസിഡന്റായി അധികാരത്തിലേക്ക് എത്തിയത്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസിയോടുകൂടി തന്നെ അമേരിക്കൻ താല്പര്യങ്ങൾ ലോകമെമ്പാടും നടപ്പിലാക്കാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അത് ഡോളറൈസേഷനെ എതിർക്കുന്ന കാര്യത്തിലായാലും, അതുപോലെ തന്നെ ഭീകരവാദികൾക്ക് ശക്തമായ താക്കീത് കൊടുക്കുന്ന കാര്യത്തിലായാലും, ചുങ്കം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലായാലും, ഇതര രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ തങ്ങളുടെ വ്യവസ്ഥയ്ക്ക് അനുകൂലമായി മാറ്റിക്കൊണ്ടുവരുന്നതിനായാലും ഒക്കെ വളരെ വലിയ മിടുക്കും പറഞ്ഞ വാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധികാരമേറ്റ ഉടനെ തന്നെ പ്രഖ്യാപിച്ചതാണ് താൻ അധികാരത്തിൽ വന്നാൽ ഉടൻ തന്നെ റഷ്യയുടെ ഉക്രൈൻ ആക്രമണവും അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് പ്രശ്നവും പലസ്തീൻ പ്രശ്നവും ഒക്കെ അവസാനിപ്പിക്കും, ഇതിനൊരു കരാർ ഉണ്ടാക്കും എന്നുള്ളത് അദ്ദേഹം ശക്തമായി പറഞ്ഞിരുന്നു. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ അന്ന് നടത്തിയ പ്രഖ്യാപനത്തിന് സാധൂകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പം റഷ്യ യുക്രൈനിൽ നിന്ന് പിന്മാറുന്നതിനെ സംബന്ധിച്ചും ഏതാണ്ടൊക്കെ രൂപരേഖ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലടിസ്ഥാനമായി അവർ പറഞ്ഞിട്ടുള്ളത് നേരത്തെ കൈവശം വെച്ചിരിക്കുന്ന ഇപ്പോൾ യുദ്ധത്തിൽ കൈവശം ആയിട്ടുള്ള പ്രദേശങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പം യുദ്ധത്തിൽ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, ഇനി ഒരു വ്യക്തി പോലും മരിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് ഫലപ്രദമാകും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രണ്ടുപേർക്കും ഇത് സ്വീകാര്യമാകുമോ എന്നുള്ളതാണ്. ഗാസ എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ പലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് നരകമായി മാറിയിരിക്കുകയാണ് പലസ്തീൻ എന്ന് പറയുന്നത്. ഗാസ പ്രദേശം ഒരു പൂർണ്ണമായും നരകപ്രദേശമായി മാറിയിരിക്കുകയാണ്. അവിടെ ഉള്ള കുട്ടികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെയുള്ള കുട്ടികളൊക്കെ ജീവനോടുകൂടിയാണ്, മുറിവേറ്റവരെയും പരിക്കേറ്റവരെയും ഒക്കെ ജീവനോടുകൂടി യാതൊരു അനസ്തേഷ്യയും നൽകാതെ അവർ ശസ്ത്രക്രിയ നൽകുന്നതായിട്ടുള്ള വാർത്തകളാണ്. എന്ന് പറഞ്ഞാൽ പച്ച മാംസം കീറി മുറിക്കുന്ന തരത്തിൽ നടത്തുന്ന ട്രീറ്റ്മെന്റുകൾ നടത്തേണ്ടുന്ന ഒരവസ്ഥയാണ് ഗാസയിൽ സംജാതമായിട്ടുള്ളത്. അവിടെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന്, ഈ മനുഷ്യകുരുതി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഹമാസ് അതിൻ്റെ പൂർണ്ണമായുമുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക എന്നും പലസ്തീൻ ജനതയോട് നമുക്ക് ആഭിമുഖ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് വന്ന ഒരു തീരുമാനം എടുത്ത് നോക്കിയാലും നമുക്കറിയാം, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീൻ അനുകൂലിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ വോട്ട് ചെയ്തതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവരോട് തികഞ്ഞ ഒരു എല്ലാ തരത്തിലുള്ള പിന്തുണയും നമുക്ക് നൽകാനായിട്ടാണുള്ളത്. അതേസമയം തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് വർഷങ്ങളായി പൊറുതിമുട്ടിയിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരവാദ പ്രവർത്തനവും ലോകത്തിൻ്റെ ഒരു ഭാഗത്തും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ബന്ദികളാക്കിയവരെ വിട്ടയക്കുക എന്നുള്ള പറയുന്ന അന്ത്യശാസനം, അമേരിക്ക നൽകുന്ന അന്ത്യശാസനം, അത് തീർച്ചയായും അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ദികളെ വിട്ട് അയക്കാതെ
ഹമാസിന് ഒരു കാരണവശാലും ഇസ്രായേൽ സേനയിൽ നിന്ന് മുക്തരാകാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ സേന അവരെ പിന്തുടരുന്നത് അവസാനിപ്പിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ സമ്മർദ്ദമുണ്ട്. എത്രയും പെട്ടെന്ന് ഏത് തരത്തിലും ഹമാസിനെ ഈ പറയുന്ന ഭീകര സംഘടനയെ ഹമാസിനെ വകവരുത്തിക്കൊണ്ട് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ആയുധവും വേണ്ടുന്ന സൈനിക സന്നാഹങ്ങളും നൽകിക്കൊണ്ട് ഇസ്രായേലിന് പൂർണ്ണമായി വിജയത്തിലെത്തിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ആഭ്യന്തരമായ പിന്തുണ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിലെ ആദ്യത്തെ കടമ്പയാണ്. അതിന് ഡൊണാൾഡ് ട്രംപ് ഏതറ്റം വരെയും പോകുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, താൻ ജനുവരിയിൽ പ്രസിഡന്റായി അധികാരം ഏറ്റെടുക്കുമ്പോൾ ഈ പ്രശ്നം അവസാനിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ലോകം ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള തിരിച്ചടി ഹമാസിന് നേരിടേണ്ടതായി വരും, എത്രയും പെട്ടെന്ന് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുക എന്നുള്ള അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു. അതേസമയം തന്നെ ഇസ്രായേലിനോട് സമവായം പ്രാപിക്കുവാനും അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട ആക്രമണം നടത്തുന്ന കേന്ദ്രങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് സിവിലിയൻ പ്രദേശങ്ങൾക്കും ഹോസ്പിറ്റലുകൾക്കും ഒക്കെ നേരെ നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ വിട്ടുനിൽക്കണം എന്നുള്ള ആവശ്യവും പലതവണയായി ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചടുലമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബെയ്റൂട്ടിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും ഒക്കെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ചില തർക്ക പ്രദേശങ്ങളിൽ ലെബനീസ് സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട്, ചിലയിടങ്ങളിൽ ഇസ്രായേൽ സേന ഘട്ടം ഘട്ടമായി പിന്മാറിക്കൊണ്ട്, ചില പ്രദേശങ്ങളിൽ നിന്ന് ഹമാസ് പൂർണ്ണമായും ഒഴിഞ്ഞു നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇസ്രായേൽ പിന്മാറണം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ നേരത്തെ അവർ പറഞ്ഞിരുന്നത്, ഹമാസ് ഉന്നയിച്ച ആവശ്യം ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറുക എന്നുള്ളതായിരുന്നു. അവർ ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇസ്രായേൽ സേന പൂർണ്ണമായും പിന്മാറുക എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അതിന് നൽകിയിരിക്കുന്ന സമയപരിധി, അതായത് ഘട്ടം ഘട്ടമായി പിന്മാറിയാൽ മതി എന്നുള്ള ഒരു ചർച്ച, അത് ഇസ്രായേൽ സേന മുന്നോട്ട് വെച്ച ആവശ്യമാണ്. അതിലേതാണ്ട് ഇപ്പോൾ ഹമാസും അതുപോലെ തന്നെ ഈജിപ്തും ഒക്കെ പാലസ്തീനും ഒക്കെ അതിലേതാണ്ട് അംഗീകരിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. അതേസമയം തന്നെ മറ്റ് ചില അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഭരണത്തിന് ശേഷം, ഈ യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഗാസയിലെ ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഇതിനെ സംബന്ധിച്ചുള്ള കരാറുകളും ഏതാണ്ടൊക്കെ ഒത്തുതീർപ്പായിട്ടുണ്ട്. ഒരു 15-അംഗ സമിതി രൂപീകരിക്കാനും ആ 15-അംഗ സമിതിയിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനയുടെ രൂപീകരണത്തെ സംബന്ധിച്ച് ഫത്വയുമായിട്ടൊക്കെയുള്ള എഗ്രിമെന്റുകൾ ഏകദേശം ആയി വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ അവിടെയുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അധികം വൈകാതെ തന്നെ വെടിനിർത്തലിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇല്ലെങ്കിൽ ആ വെടിനിർത്തൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിരൂക്ഷമായുള്ള ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് കഴിയുന്നത്ര ഹമാസിനെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഈ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് ഇസ്രായേലിന് ഹമാസിനും ഇനി അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കേണ്ടുന്ന സമയം സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കുകയാണ്. ഈ മനുഷ്യക്കുരുതിയിൽ നിന്ന്, ഈ മനുഷ്യനാശത്തിൽ നിന്ന് ജനതയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഈ രണ്ടുപേർക്കും, അതായത് ഇസ്രായേലിനും ഹമാസിനും ഒക്കെ മനസ്സ് തോന്നി എല്ലാ ജനതയ്ക്കും സമാധാനം നൽകുന്ന ഒരു ലോകാന്തരീക്ഷം സംജാതമാകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ പ്രത്യാശയോടെ കാണാൻ മാത്രമേ നമുക്ക് കഴിയൂ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.